നമസ്കാരം. ബേസിക്സ് ഇൻ വെബ് ഡെവലപ്മെൻറ്റ് എന്ന സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വെബ് ഡെവലപ്മെൻറ്റ് എന്നതിൻ്റെ തന്നെ അടിസ്ഥാനമായ ഫ്രണ്ട് എൻഡിനെ കുറിച്ചും ബാക്ക് എൻഡിനെ കുറിച്ചുമായിരിക്കും സംസാരിക്കുന്നത്. എന്തൊക്കെ ടെക്നോളജീസാണ് രണ്ടിലും വരുന്നത്, അതിലെ ഡെവലപ്പേഴ്സ് എന്താണ് ചെയ്യുന്നത്, ഓരോ ടെക്നോളജിയും ബേസിക്സിനെ കുറിച്ചും ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഫ്രണ്ട് എൻഡ് എന്നത് സിമ്പിളായി പറയുകയാണെങ്കിൽ ഒരു യൂസർ ബ്രൗസറിൽ എന്താണ് കാണുന്നത് അതിനെയാണ് ഫ്രണ്ട് എൻഡ് എന്ന് മെയിനായിട്ടും പറയുന്നത്. അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു ഡെവലപ്മെൻറ്റിനെയാണ് ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ കാണുന്നത് എവിടെ നിന്ന് കൊടുക്കുന്നു, എങ്ങനെ കൊടുക്കുന്നു എന്നതാണ് ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റിൽ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു ഇമേജ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇമേജ് കിട്ടുന്നത് ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ നിന്നായിരിക്കും ആ ഒരു ഇമേജ് കിട്ടുന്നത്. അപ്പോൾ ആ സിസ്റ്റം കോൺഫിഗർ ചെയ്യുക, സെറ്റപ്പ് ചെയ്യുക, അതാണ് ബാക്ക് എൻഡുകാർ ചെയ്യുന്നത്. ഫ്രണ്ട് എൻഡ് മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന വെബ്സൈറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോർട്ട്ഫോളിയോ വെബ്സൈറ്റുകൾക്കൊക്കെ അതിലെ ഡാറ്റ ഒരു കോൺസ്റ്റൻറ്റ് ഡാറ്റ ആയിരിക്കും. വളരെ റെയറായിട്ട് മാത്രമേ അപ്ഡേറ്റുകൾ വരുള്ളൂ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു പുതിയ പോസ്റ്റുകൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് എന്ന്. പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സണൽ വെബ്സൈറ്റ്, അത് ക്രിയേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെയോ അതേപോലെ ഒരു ചെറിയ പർപ്പസിന് വേണ്ടി മാത്രം ഒരു CV പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു റെസ്യൂം പോലെ ഉപയോഗിക്കാനാണ് മെയിനായിട്ട് ഈ പോർട്ട്ഫോളിയോ വെബ്സൈറ്റൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിലെ ഡാറ്റകളെങ്ങും നമുക്ക് സെപ്പറേറ്റ് ഒരു ഡാറ്റാബേസിലോ അല്ലെങ്കിൽ ഒരു സെർവർ വെച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യകത അവിടെ വരുന്നില്ല. സിമ്പിൾ HTML പേജിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആ ഒരു HTML പേജിൽ നമുക്ക് ഡയറക്റ്റ് ആ കോഡുകൾ കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ടെക്സ്റ്റ് വേണ്ടത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിൽ നമുക്ക് ബാക്ക് എൻഡ് ഒഴിവാക്കി കിട്ടും. അപ്പോൾ മെയിനായിട്ട് അങ്ങനത്തെ ചില സിനാറിയോകൾ മാത്രമാണ് ബാക്ക് എൻഡ് വേണ്ടാതെ ഫ്രണ്ട് എൻഡ് മാത്രം വെച്ചിട്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ബാക്ക് എൻഡ് മാത്രം വെച്ച് വർക്ക് ചെയ്യുന്നത് മെയിനായിട്ടും APIകളാണ്. APIകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വെബ്സൈറ്റിലെ ഡീറ്റെയിൽസ് നമ്മുടെ വെബ്സൈറ്റിൽ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ, ഫോർ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രിവാഗോ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ലൊക്കേഷൻ്റെയോ അല്ലെങ്കിൽ ഒരു ഹോട്ടലിൻ്റെയോ പേര് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ വെബ്സൈറ്റുകളിലും കയറി ഓരോ വെബ്സൈറ്റുകളിലെയും ആ ഹോട്ടലിൻ്റെ പ്രൈസും ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അപ്പോൾ ട്രിവാഗോയിൽ മാത്രം ഈ എല്ലാ ഡാറ്റയും സേവ് ചെയ്തിട്ടുണ്ടാവില്ല. ഓരോ വെബ്സൈറ്റുകളിലെയും API എന്നൊരു സംഭവം വെച്ചിട്ടായിരിക്കും ആ ഒരു പ്രൈസ് ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളൊക്കെ ട്രിവാഗോയിൽ വരുന്നത്. API എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. ഓക്കെ, API വരുന്നത് മെയിനായിട്ടും ബാക്ക് എൻഡിലാണ്. അപ്പോൾ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും എന്നതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഈ ഇമേജിൽ എന്താണ് ഫ്രണ്ട് എൻഡെന്നും ബാക്ക് എൻഡെന്നും അതിൽ വരുന്ന ഒരു 3 ലാംഗ്വേജുകളെ കുറിച്ചും പറയുന്നുണ്ട്. ആ സിസ്റ്റം ഇപ്പോൾ നേരത്തെ പറഞ്ഞു, ഒരു യൂസർ എന്താണ് കാണുന്നത് അല്ലെങ്കിൽ യൂസർ എന്താണ് കാണുന്നത് അത് കൊടുക്കുന്നത് ഫ്രണ്ട് എൻഡാണ്. ഫ്രണ്ട് എൻഡിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നു അത് കൊടുക്കുന്നത് ബാക്ക് എൻഡാണ്. ഈ സിസ്റ്റത്തിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്കൊരു ഇമേജ് കാണാൻ പറ്റുന്നുണ്ട്, അതിൽ ലൈക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, കമൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഈ ഇമേജ് കാണുന്നത് ബാക്ക് എൻഡിൽ നിന്നും ആ ഒരു ഇമേജ് ഫ്രണ്ട് എൻഡിൽ വന്നിട്ട് ഫ്രണ്ട് എൻഡിൽ നിന്നാണ് നമുക്ക് ആ ഇമേജ് കാണുന്നത്. അതേപോലെ തന്നെ നമ്മളൊരു ആ ഒരു ഇമേജിന് ലൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കുന്നത് നമ്മൾ ഫ്രണ്ട് എൻഡിലായിരിക്കും, പക്ഷേ അത് സേവ് ചെയ്യുന്നത് ബാക്ക് എൻഡിൽ ഡാറ്റാബേസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലായിരിക്കും ആ ഒരു കാര്യങ്ങളെല്ലാം സേവ് ചെയ്യുന്നത്. ആ ഒരു ഇമേജിൻ്റേതാണ് ആ ലൈക്ക് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് സെർവർ ആയിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡ് ആയിരിക്കും. അപ്പോൾ ഫ്രണ്ട് എൻഡിൽ പ്രധാനമായിട്ടും വരുന്ന 3 സംഭവങ്ങളാണ് HTML, CSS, ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് ആണ്, HTML എന്ന് പറയുന്ന ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ്, CSS എന്ന് പറയുന്ന ഒരു സ്റ്റൈലിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ്. HTML മെയിനായിട്ടും കണ്ടൻറ്റുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു വെബ് പേജിന് എന്തൊക്കെ കാര്യങ്ങളാണ് കാണിക്കേണ്ടതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. എങ്ങനെയാണ് ഒരു ഡാറ്റ ബ്രൗസറിന് മനസ്സിലാവുന്ന വിധത്തിൽ കൊടുക്കേണ്ടതെന്നാണ് മാർക്കപ്പ് ലാംഗ്വേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
CSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് അല്ലെങ്കിൽ HTML-നെ മനസ്സിലാവുന്ന രീതിയിൽ കാണിച്ചാൽ മാത്രം പോരല്ലോ, യൂസറിന് അത് കണ്ടു കഴിഞ്ഞാൽ അതിൽ ഇൻട്രാക്ഷനും കൂടി വേണം. ഉപയോഗിക്കുന്ന രീതിയിലായിരിക്കണം ആ ഒരു കൊടുക്കുന്ന സംഭവങ്ങൾ. അപ്പോൾ ആ HTML ഉള്ള ബ്ലോക്കുകൾ ഉപയോഗപ്രദമായിട്ട് അല്ലെങ്കിൽ യൂസറിനെ ഒരു ഇംപ്രസീവായിട്ട് റെപ്രസെൻ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് CSS ഉപയോഗിക്കുന്നത്. ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CSS പോലെ തന്നെ ഇംപ്രസീവായിട്ടും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലിപ്പോൾ വേറൊരു വിൻഡോ പോലെ വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നത്. ബാക്ക് എൻഡിൽ വരുന്ന പ്രധാനപ്പെട്ട 3 ലാംഗ്വേജുകളാണ് ജാവ, പൈത്തൺ, റൂബി. ജാവ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അത് ഒരുപാട് വർഷങ്ങളായിട്ട് ഇപ്പോൾ നിലവിൽ ആക്റ്റീവായിട്ടുള്ളൊരു ലാംഗ്വേജാണ്. പല പല ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിലും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ബാക്ക് എൻഡ് ആയതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിന് എടുത്തു പറയേണ്ട കാര്യമില്ല. എല്ലാ ബാക്ക് എൻഡിലും നമുക്ക് ഈ പറയുന്ന ലാംഗ്വേജുകൾ ഉപയോഗിക്കാവുന്നതാണ്. അതിൻ്റെ ഫ്രണ്ട് എൻഡ് എന്തുപയോഗിക്കുന്നു അതനുസരിച്ചിട്ടായിരിക്കും ഓരോ ബാക്ക് എൻഡിലും ചേഞ്ചസ് വരുന്നത്. പൈത്തൺ എന്ന് പറയുന്ന ലാംഗ്വേജ് കറൻ്റ്ലി, അതായത് ഇപ്പോൾ 2020 നന്നായിട്ട് പോപ്പുലറായി വരുന്നൊരു ലാംഗ്വേജാണ്. അപ്പോൾ അതിന് ഇനിയും സ്കോപ്പുകളുണ്ട് ഭാവിയിൽ. റൂബിയും അതേപോലെ തന്നെ പോപ്പുലറായി വരുന്നൊരു ലാംഗ്വേജാണ്. പക്ഷേ പൈത്തൻ്റെ അത്ര ഇല്ലാന്നുണ്ടെങ്കിൽ കൂടിയും റൂബിക്ക് നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡിൻ്റെയും മെയിൻ ലാംഗ്വേജസ് ഇതൊക്കെയാണ്. അടുത്തത് നമുക്ക് ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെയാണ് അവിടെ വരുന്ന ലാംഗ്വേജുകൾ, എന്തൊക്കെയാണ് ഫ്രെയിം വർക്കുകൾ എന്ന് നോക്കാം. ഓക്കെ, നിങ്ങളിനി പറയുന്നതിൽ ഏറ്റവും കൂടുതൽ കേൾക്കാൻ പോകുന്ന 2-3 വാക്കുകളായിരിക്കും. ഫ്രണ്ട് എൻഡിൽ അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡിലും ബാക്ക് എൻഡിലും ചിലപ്പോൾ വരും. ഫ്രെയിം വർക്ക് എന്ന് വരും, ലൈബ്രറി. ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈബ്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലൈബ്രറി ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ലാംഗ്വേജിൻ്റെ ബേസിലായിരിക്കും. ആ ലാംഗ്വേജിൻ്റെ ഓരോ പ്രോപ്പർട്ടിയും ഒന്ന് സിമ്പിളായി അല്ലെങ്കിൽ കോഡിൻ്റെ ലൈൻസ് കുറച്ച് നമുക്ക് ഇഫക്റ്റീവായിട്ട് ആ ഒരു ഫങ്ഷനാലിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ലൈബ്രറികൾ ഉപയോഗിക്കുന്നത്. മറിച്ച് ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ഒന്ന് കമ്പോണൻറ്റ് ബേസ്ഡ്, അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുന്നതിനൊരു ആർക്കിടെക്ചർ ഉണ്ടാവും, ഒരു രീതി ഉണ്ടാവും. ആ ഒരു രീതിയിൽ മാത്രം ചെയ്യുന്നതായിരിക്കും എപ്പോഴും. ആ ഒരു രീതിയിൽ മാത്രമേ അതിൽ നമുക്ക് കോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു കോഡിങ് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ മാത്രം ചെയ്താലേ പറ്റുള്ളൂ. അതാണ് ഫ്രെയിം വർക്കും ലൈബ്രറിയും തമ്മിലെല്ലാം പ്രധാന വ്യത്യാസം. ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റിൽ വരുന്ന പ്രധാന ലാംഗ്വേജുകളും ഫ്രെയിം വർക്കുകളും പ്രീ പ്രോസസ്സറുകളുമാണ്. പ്രീ പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈബ്രറികൾ പോലെ തന്നെയുള്ള ഒരു സംഭവമാണ് പ്രീ പ്രോസസ്സർ. ഓക്കെ, അപ്പോൾ HTML, CSS, ജാവാസ്ക്രിപ്റ്റ്, ഈ 3 ഉപയോഗം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിൻ്റെ ഒരു ഉദാഹരണം ഞാനിപ്പോൾ തന്നെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഉപയോഗിക്കുന്നത് CodePen എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ടൂളാണ്. CodePen.io എന്നാണ് ആ ഒരു ടൂളിൻ്റെ URL. അതിൽ ചെന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡെവലപ്പേഴ്സ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു ഷോക്കേസ് പോലെ നിങ്ങൾക്ക് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് ചെയ്യാനാണെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഓൾറെഡി ലോഗിൻ ചെയ്തതുകൊണ്ടാണ് ലോഗിൻ വന്നത്. ഇപ്പോൾ CodePen.ioയിൽ നിങ്ങൾ ഡയറക്റ്റ് കയറുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പേജ് ആയിരിക്കും വരുന്നത്. അതിലിപ്പോൾ നിങ്ങൾക്ക് സൈനപ്പ് ചെയ്ത് നിങ്ങളുടെ ഇമെയിൽ ID വെച്ച് രജിസ്റ്റർ ചെയ്യാം. അതൊരു വർത്തായിരിക്കും. കാരണം നിങ്ങൾക്കിപ്പോൾ ഫ്രം ബേസ് നിങ്ങൾക്ക് കോഡ് ചെയ്യാണ്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് CodePen വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് അതിൽ വേണ്ട കാര്യങ്ങളുടെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് അതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു പെന്നായിട്ടാണ് ചെയ്യുന്നത്. ഓരോ പെന്നായിട്ടായിരിക്കും നമ്മൾ ചെറിയ ചെറിയ കോഡുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പെന്നിന് ഞാൻ ഫ്രണ്ട് എൻഡ് എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഇനി HTML-ഉം CSS-നെയും ജാവാസ്ക്രിപ്റ്റിനെയും കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്, അല്ലേ? ഇതിൻ്റെ ബേസ് ഇപ്പോൾ തീരെ അറിയില്ല, അല്ലെങ്കിൽ ഇതൊന്ന് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ W3 Schools എന്ന് നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ ആക്സസ് ചെയ്തിട്ടുണ്ടാവും. W3 Schools എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു തുടക്കക്കാരെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നല്ലൊരു സ്റ്റാർട്ടിങ് ആയിരിക്കും അതിൽ നിന്ന് കിട്ടുന്നത്.
ഇതിലിപ്പോൾ HTML ആണ് ഞാൻ കയറിയിട്ടുള്ളത്. HTML ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ക്ലാസ്സുകൾ അവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ വേണ്ട കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഒരു എലമെൻ്റ് എടുക്കാം. HTML എലമെൻ്റ് ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ HTML എലമെന്റ് ഇസ് ഡിഫൈൻഡ് ബൈ സ്റ്റാർട്ടിംഗ് ടാഗ്, സം കണ്ടന്റ് ആൻഡ് എൻ എൻഡ് ടാഗ്. ഒരു സ്റ്റാർട്ടിംഗ് ടാഗും കുറച്ച് കണ്ടന്റും അതിനൊരു എൻഡ് ടാഗ് ഉണ്ടാവും. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതാണ് ആ ഒരു സംഭവം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു സ്റ്റാർട്ടിംഗ് ടാഗ് ഉണ്ടാവും, അതിൻ്റെ കണ്ടന്റ് ഉണ്ടാവും, അതിൻ്റെ എൻഡ് ടാഗ്. എൻഡിങ് ടാഗ് എല്ലാം ഇതേപോലെ ഒരു ഫ്ലാഷ് വെച്ചിട്ടായിരിക്കും റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ ഇതൊരു ഉദാഹരണം കണ്ടില്ലേ, H1 എന്ന് പറയുന്ന ഒരു ടാഗാണ്. അതിൽ മൈ ഫസ്റ്റ് ഹെഡിങ് എന്നുള്ളത് അതിൻ്റെ ഒരു കണ്ടൻറ്റാണ്. H1ൻ്റെ കണ്ടൻറ്റാണ് മൈ ഫസ്റ്റ് ഹെഡിങ്. ഇത് അതിൻ്റെ ക്ലോസ് ടാഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് തന്നെ ഹെഡിങ് നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. ഇതാണ് നമുക്ക് അതിൻ്റെ വ്യൂ വരുന്നത്. ഇതിപ്പോൾ കോഡ് പെനിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് HTML കോഡ് ഇടാനുള്ള ഒരു സെക്ഷൻ ഉണ്ട്, CSS ഇടാനുള്ള സെക്ഷൻ ഉണ്ട്, ജാവാസ്ക്രിപ്റ്റ് ഇടാനുള്ള സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ HTML സെക്ഷനിൽ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇവിടെ റെൻഡർ ചെയ്ത് തരും. അപ്പോൾ എന്ത് തന്നെയായാലും ഈ രണ്ട് സൈറ്റുകളും നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പോൾ HTML നമ്മളിപ്പോൾ ഒരു എലമെൻ്റ് ഇട്ടു. ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മറ്റൊരു എലമെൻ്റാണത്. A എന്ന് കൊടുത്തിരിക്കുന്നത് ആങ്കർ ടാഗാണ്. ഹൈപ്പർ ലിങ്കിന് ഉപയോഗിക്കുക, ഹൈപ്പർ ലിങ്ക് എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇതെന്താണ്, ഇതിലിപ്പോൾ href എന്ന് പറയുന്നതാണ് ഈ ആങ്കർ ടാഗിൻ്റെ ആട്രിബ്യൂട്ട്. ആട്രിബ്യൂട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു വാല്യൂയിലേക്കാണ്. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ആ ഒരു ആങ്കർ ടാഗ്. കണ്ടില്ലേ, വിസിറ്റ് W3 Schools എന്നുള്ളത്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ട് റീഡയറക്റ്റ് ആവും. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ആങ്കർ ടാഗ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതേപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ഇതിൽ നിന്നും, ഒരുപാടെന്നല്ല എല്ലാ കാര്യങ്ങളും തന്നെ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ കിട്ടുന്നതായിരിക്കും W3 Schools. അതേപോലെ HTML ഉണ്ട്, ജാവാസ്ക്രിപ്റ്റ്, SQL, പൈത്തൺ, PHP, ബൂട്ട്സ്ട്രാപ്പ്, അതേപോലെ ഒരുപാട് ക്ലാസ്സുകൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു തുടക്കക്കാരെന്നുള്ള രീതിയിൽ ഞാനും നോക്കിയിരുന്നത് W3 Schools തന്നെയാണ്. കാരണം ഇതിലെല്ലാം സിമ്പിളായിട്ട് നമുക്ക് അവിടെ നിന്ന് തന്നെ ചെക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇവരുടെ വെബ്സൈറ്റ് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ എങ്ങും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ നിന്ന് തന്നെ വേണ്ട ചേഞ്ച് ചെയ്ത് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ് അപ്പോൾ ഒരു HTML സ്ട്രക്ചർ. ഒരു HTML ടാഗ് ഉണ്ടാവും, അതേപോലെ തന്നെ ബോഡി ഉണ്ടാവും. ബോഡിയുടെ അകത്ത് തന്നെ ഇവിടെ ഹെഡിങ് ഉണ്ടാവും. ഹെഡിങ്ങിലാണ് ഈ വരുന്ന ഈ ട്രൈറ്റ് എഡിറ്റർ വെർഷൻ 3.6 എന്നൊക്കെ നിങ്ങൾ ഈ ടാബിൽ കാണുന്ന പേരുകൾ വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ ബേസിക്കൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. കണ്ടില്ലേ, ഇങ്ങനെയായിരിക്കും ഒരു HTML വരുന്നത്. ഇതൊരു ഡോക്യുമെൻ്റ് ടൈപ്പാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. എന്ത് ടൈപ്പാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ആ ബ്രൗസറിന് ഈ ഒരു ഫയൽ കിട്ടുമ്പോൾ എന്ത് ടൈപ്പ് ഡോക്യുമെൻ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡോക് ടൈപ്പ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നിന്നാണ് HTML സ്റ്റാർട്ട് ചെയ്യുന്നതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടാഗ് ഉപയോഗിക്കുന്നത്. ഇത് അതിൻ്റെ ഹെഡ് ടാഗ് ഉണ്ടല്ലേ, ടൈറ്റിലായിട്ട് കൊടുത്തിരിക്കുന്നത് പേജ് ടൈറ്റിൽ. ഇതായിരിക്കും ആ ഒരു ടൈറ്റിലായിട്ട് വരുന്നത്. ബോഡിക്കകത്ത് കൊടുത്തിരിക്കുന്ന സാധനങ്ങളായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്ന സെക്ഷൻ. ഒരു യൂസറിന് കാണാൻ കഴിയുന്ന ആ ബോഡിയിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളായിരിക്കും. ഓക്കെ, അപ്പോൾ അതത്രയും നിൽക്കട്ടെ, നിങ്ങൾ ആ സൈറ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മൾ HTML ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. HTML ഇപ്പോൾ വലിയ കാര്യമായിട്ട് ഒന്നും തന്നെ ഇല്ല HTML. നമുക്ക് കുറച്ച് സ്റ്റൈലും കൂടി ആഡ് ചെയ്ത് നോക്കാം. CSS എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിലിപ്പോൾ CSS സെക്ഷൻ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്ന്. നമ്മളിവിടെ ഒരു H1 ടാഗാണ് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഞാൻ ഇതേ H1 തന്നെ ഉപയോഗിച്ച് ഇവിടെ ഇടുന്നതാണ്. ഇപ്പോൾ ഒന്നും കാണില്ല, കാരണം കളർ വൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഞാനപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഞാൻ പറഞ്ഞല്ലോ, കംപ്ലീറ്റ് റാപ്പ് ചെയ്തിരിക്കുന്നത് ബോഡിയിലാണ്. അപ്പോൾ ബോഡിയുടെ ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ മാറ്റുകയാണ്. ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ മാറ്റുകയാണ്. അപ്പോൾ ഒരു CSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സംഭവം.
ഇതിൽ ഞാൻ ഒന്ന് സൂം ആക്കിയതാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇതിനെ സെലക്ടർ എന്ന് പറയും, ഇതിനെ പ്രോപ്പർട്ടി എന്ന് പറയും, ഇതിനെ വാല്യൂ എന്ന് പറയും. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അത് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. എങ്കിലും ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി ഇവിടെ പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റൈലും വന്നിട്ടുണ്ട്, HTML അവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജാവാ സ്ക്രിപ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ജാവാ സ്ക്രിപ്റ്റിൽ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഹെഡിങ് ടാഗ് മാറണം. ഈ ഹെഡിങ് ടാഗ് മാറിയിട്ട് നമുക്ക് വേണ്ട ടെക്സ്റ്റ് വരണം, അല്ലെങ്കിൽ ഈ എപ്പോഴത്തെ ടൈം വരണം എന്ന് വെക്കാം. അത് ഹെഡിങ് ടാഗ് അതായത് ഹെഡിങ് ടാഗിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഹെഡിങ് മാറിയിട്ട് അപ്പോഴത്തെ ടൈം വരണം. ഓക്കെ, അതിപ്പോൾ ഈ ട്യൂട്ടോറിയൽ വെച്ചിട്ട് തന്നെ മെയിനായിട്ട് അവിടെ വരുന്നത് ഒരു ക്ലിക്കിലാണ് നമുക്ക് ആക്ഷൻ സംഭവിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. ഇതാണ് അതിൽ തന്നിരിക്കുന്ന ഫസ്റ്റ് എക്സാമ്പിൾ. ഇതിൽ ബട്ടൺ ഉപയോഗിച്ചിട്ടാണ് ആ ഒരു ഓപ്പറേഷൻ നടക്കുക. ഇതിലിപ്പോൾ ബട്ടണിലാണ് ഓൺ ക്ലിക്ക് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഓൺ ക്ലിക്കിൽ എന്താ സംഭവിക്കുന്നത്, ആ ഡോക്യുമെൻറ്റിലെ ഗെറ്റ് എലമെൻറ്റ് ബൈ ID ഡെമോ ഇന്നർ HTML ഡേറ്റ്, വിശദ വിവരങ്ങൾ നിങ്ങൾ ഈ ഒരു ട്യൂട്ടോറിയൽ തന്നെ നോക്കുക. ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ചുരുക്കി പറയാം. ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിലായിരിക്കും ഈ ഒരു പേജിൻ്റെ എല്ലാ കാര്യങ്ങളും വന്നിട്ടുള്ളത്. അതിൽ ഗെറ്റ് എലമെൻറ്റ് ബൈ ID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോക്യുമെൻ്റ് ടൈപ്പിൽ ഈ കൊടുക്കാൻ പോകുന്ന ഐഡിയുള്ള എലമെൻറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫങ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗെറ്റ് എലമെൻറ്റ് ബൈ ID ഡെമോ എന്ന് കൊടുത്തിരിക്കുകയാണ്. ഇതിലപ്പോൾ ചെക്ക് ചെയ്യും ഏത് അല്ലെങ്കിൽ ഏത് ടാഗിനാണ് ഡെമോ ID ആയിട്ട് കൊടുത്തിട്ടുള്ളതെന്ന്. ഇവിടെ P ടാഗിനാണ് ID ഡെമോ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡോട്ട് ഇന്നർ HTML ഇതും അതിൻ്റെ ഒരു ഫങ്ഷനാണ്. ഇന്നർ HTML എന്നുള്ളതൊക്കെ ഒരു ജാവാസ്ക്രിപ്റ്റിന് തന്നെയുള്ളൊരു ഫങ്ഷനാണ്. അത് ഡേറ്റ് എന്ന് പറയുന്നൊരു ഫങ്ഷനിലേക്ക് മാറാനാണ് ഈ കോഡ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാണ്. ക്ലിക്ക് മീ ടു ഡിസ്പ്ലേ ഡേറ്റ് ആൻഡ് ടൈം. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ P ടാഗിൽ ആ ഡേറ്റ് വന്നിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ആ ഒരു H1-ൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ ഓൺ ക്ലിക്ക് എഴുതുകയാണ്. ഈ ഓൺ ക്ലിക്ക് H1 ടാഗിൽ ഒരു റൂള് പ്രകാരം, അല്ലെങ്കിൽ ഈ നമുക്ക് കൊടുക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു റൂള് തന്നിട്ടുണ്ട്. W3C എന്നാണ് ആ ഒരു കൗൺസിലിനെ പറയുന്നത്. റൂളുകളെ പറ്റിയാണ് പറയുന്നത്. ഈ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വേണ്ട റൂളുകളെ കുറിച്ചാണ് പറയുന്നത്. ഒരു വെബ്സൈറ്റിനെ നല്ല രീതിയിൽ എങ്ങനെ പ്രവർത്തിക്കാം എന്നുള്ള രീതിയൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ വെച്ച് തന്നെ ഇവിടെ ഓൺ ക്ലിക്ക് എഴുതി. അല്ലെങ്കിൽ ദിസ് ഡോട്ട് ഇന്നർ HTML എന്ന് കൊടുത്തപ്പോൾ ഡേറ്റ് മാറി. ഓക്കെ, ഇനി ഇത് ഇങ്ങനത്തെ ഒരു സംഭവം ആയതുകൊണ്ടാണ് നമുക്ക് ഇത്ര പെട്ടെന്ന് ചെയ്ത് തീർത്തത്. ദിസ് എന്ന് പറയുന്ന ഒരു നമ്മൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കേണ്ട ഒരു ഐറ്റമാണ് ഈ ദിസ് എന്നുള്ളത്. ഓക്കെ, ഇനി ഇതിലൊരു ഫങ്ഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇതിലിപ്പോൾ ഞാൻ ഓൺ ക്ലിക്ക് ടൈം ചേഞ്ചർ എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ എഴുതുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ആ ഫങ്ഷൻ്റെ ഡിക്ലറേഷൻ കൊടുക്കുകയാണ്. ടൈം ചേഞ്ചറിൽ document dot get element by ID അതിൽ ഐറ്റം എന്നുള്ള പറയുന്ന ഐഡിയുടെ
ഇന്നർ HTML ഡേറ്റ് ആയി മാറാൻ ഞാൻ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇതിപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്താൽ വർക്ക് ചെയ്യുമോ? വർക്ക് ചെയ്യില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ID നമ്മൾ ചൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ അതിന് വേണ്ടി ഒരു ID കൂടി കൊടുക്കുകയാണ്. ഐറ്റം എന്നും പറഞ്ഞൊരു ID കൊടുത്തു. ഓക്കെ, ഇനി ക്ലിക്ക് ചെയ്താൽ വർക്കാവും. നമ്മുടെ ഓരോ ക്ലിക്ക് അനുസരിച്ചിട്ട് ഇവിടെ സെക്കൻഡ് മാറുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ബേസായിട്ട് പറയുകയാണെങ്കിൽ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്യാനാണെങ്കിൽ കോഡ് പെനിൽ കയറി നോക്കുക. ഇല്ലെങ്കിൽ W3 സ്കൂളിൽ തന്നെ ആ ഒരു ട്യൂട്ടോറിയൽ അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷനെ കുറിച്ച് അവിടെ തന്നെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നെ ഒന്ന് വായിച്ചു നോക്കാം. ഞാൻ പറഞ്ഞ് വെറുതെ വെറുപ്പിക്കുന്നില്ല, ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഇത് തന്നെ വായിച്ചു നോക്കാം. കാരണം നിങ്ങൾ എന്തായാലും ഇത് റെഫർ ചെയ്യേണ്ടത് തന്നെയാണ്. W3 സ്കൂൾസ് ബേസ് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ W3 സ്കൂൾസ് റെഫർ ചെയ്യുക. ബേസ് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ ബേസ് സ്ട്രോങ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കൂടുതൽ അറിവുകൾ നേടിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ബേസ് സ്ട്രോങ് ആക്കി എടുക്കാൻ വേണ്ടി W3 സ്കൂൾസ് നല്ലൊരു റിസോഴ്സാണ്. അവർ നല്ല റിസോഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, ഫൗണ്ടേഷൻ, ആംഗുലാർ, ബൂട്ട്സ്ട്രാപ്പ്, പിന്നെ കാണിക്കുന്ന റിയാക്ട്, സാസ് പോലെ തന്നെ വേറെ ഒരുപാട് സാസ് എന്ന് പറയുന്ന ഒരു CSSൻ്റെ പ്രീ പ്രൊസസ്സറാണ്. സാസ് ഉണ്ട്, ലെസ് ഉണ്ട്, SCSS സാസിൽ തന്നെ വരുന്ന ഒരു സംഭവമാണ്. റിയാക്ട് ഒരു ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫ്രെയിംവർക്കാണ്. ബൂട്ട്സ്ട്രാപ്പ് ഒരു CSSൻ്റെ ഫ്രെയിംവർക്കാണ്. ഫൗണ്ടേഷനും ഫ്രെയിംവർക്കാണ്. ആംഗുലാറും ഫ്രെയിംവർക്കാണ്. ഫൗണ്ടേഷൻ CSSൻ്റെ ആണ്, ആംഗുലാർ ജാവാസ്ക്രിപ്റ്റിൻ്റെ ആണ്. അപ്പോൾ ഈ ഫൗണ്ടേഷനും ബൂട്ട്സ്ട്രാപ്പും വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഒരു ബേസിക് സ്റ്റൈലിലുള്ള ഒരു വെബ്സൈറ്റ് നമുക്ക് പെട്ടെന്ന് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് CSS ലൈബ്രറികൾ ഉപയോഗിക്കുമ്പോഴുള്ള മെയിൻ ബെനിഫിറ്റ്. പക്ഷേ അതിലുള്ള മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കസ്റ്റമൈസേഷൻ ചെയ്യാനാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്താണ് നമുക്ക് ഫ്രെയിംവർക്ക് മെയിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഈ റിയാക്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കറൻ്റ് ഇപ്പോൾ നല്ല പോപ്പുലറായിട്ട് വരുന്നൊരു ഫ്രെയിംവർക്കാണ്. ആംഗുലാർ ഒരു കഴിഞ്ഞ 2 കൊല്ലമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരുന്ന ഒരു ഗൂഗിള് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഫ്രെയിംവർക്കായിരുന്നു. പക്ഷേ നിലവിൽ അതൊരു സ്റ്റേബിൾ രീതിയിലാണ് പോകുന്നത്. അല്ലെങ്കിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വലിയ കാര്യമായിട്ടൊന്നും ആംഗുലാറിൽ വരുന്നില്ല. റിയാക്റ്റാണ് ഇപ്പോൾ കറൻ്റ് ഹൈ പിച്ചിൽ നിൽക്കുന്നത്. ബൂട്ട്സ്ട്രാപ്പ് അതേപോലെ തന്നെ CSS ഫ്രെയിംവർക്കിൽ വരുന്നൊരു നല്ല പോപ്പുലർ ഫ്രെയിംവർക്കാണ്. ഫൗണ്ടേഷനും CSSൻ്റെ ഫ്രെയിംവർക്കാണ്. സാസ്, ലെസ്, SCSS ഇതേപോലെയുള്ള പ്രീ പ്രൊസസ്സർ ഉപയോഗിച്ചിട്ടായിരിക്കും മെയിനായിട്ടും വലിയ പ്രൊജക്റ്റൊക്കെ ചെയ്യുന്നത്. അത് ഉപയോഗിക്കാൻ നേരം നമുക്ക് നെസ്റ്റിങ് അതേപോലെ മിക്സിങ്സ്, ഫങ്ഷൻസ് ഇതേപോലത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് CSSൻ്റെ തന്നെ ഫങ്ഷനാലിറ്റി നമുക്കൊരു പ്രോഗ്രാമിംഗ് എന്നുള്ള രീതിയിൽ ചെയ്യാൻ കഴിയുന്നതാണ്. അതാണ് ഈ മെയിനായിട്ടും പ്രീ പ്രൊസസ്സറിൻ്റെ ബെനിഫിറ്റ്. ഇപ്പോൾ എൻ്റെ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഇതിൽ ഏത് ലാംഗ്വേജാണ് പഠിക്കേണ്ടതെന്നുള്ളൊരു സംശയത്തിൽ നിൽക്കുകയെന്നുണ്ടെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് ആണ് ഞാൻ ബേസിക്കായിട്ടും, അല്ലെങ്കിൽ ഒരു നിങ്ങൾക്കൊരു വെബ് ഡെവലപ്പർ ആണെന്നുണ്ടെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് എന്നൊരു ലാംഗ്വേജ് പഠിച്ചിരിക്കുക എന്നായിരിക്കും ഞാൻ ഫസ്റ്റ് തന്നെ റെക്കമെൻഡ് ചെയ്യുന്നത്. അത് എല്ലാവരും അതേപോലെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. കാരണം ഇനിയുള്ള ചിലപ്പോൾ ഫ്യൂച്ചറിൽ പ്രോപ്പർ ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് തന്നെ കോഡിംഗ് ഒന്നും ഉണ്ടായിരിക്കില്ല. അതിൻ്റേതായ എന്തെങ്കിലും ഒരു ഫ്രെയിംവർക്കുകൾ വെച്ചിട്ടായിരിക്കാം ഇനിയുള്ള ഭാവിയിൽ വെബ്സൈറ്റിൽ ഡെവലപ്മെൻ്റ് ഒക്കെ വരുന്നത്. പക്ഷേ ആ ഒരു ഫ്രെയിംവർക്ക് ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൂടിയും അതിൻ്റെ ബേസായിട്ട് വരുന്ന ലാംഗ്വേജ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു ഫ്രെയിംവർക്കിൻ്റെ ലോജിക്കും അതിലിപ്പോൾ ചെറിയ അപ്ഡേറ്റുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാവുന്ന രീതി, അല്ലെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു, അല്ലെങ്കിൽ ആ ഒരു ലോജിക്ക് കൊണ്ട് എന്താണ് ആ ഒരു ഫ്രെയിംവർക്കിൽ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു ലാംഗ്വേജ് അറിയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് മെയിനായിട്ടും പഠിക്കുക. പിന്നെ അതിലുള്ള ഫ്രെയിംവർക്കുകളിൽ റിയാക്റ്റാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് പഠിച്ചതിന് ശേഷം റിയാക്റ്റിൽ നോക്കാം. അതല്ല ഇനി ബാക്കെൻഡ് ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ പൈത്തൺ ആയിരിക്കും ഞാൻ പ്രൈമറി ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം വളരെ നല്ലൊരു പോപ്പുലാരിറ്റിയാണ് ഇപ്പോൾ പൈത്തണിന് വരുന്നത്.
അപ്പോൾ ഈ ഒരു ചുറ്റുപാടിൽ പൈത്തൺ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ജോബ് സെക്യൂരിറ്റി ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. ജാവ, C#, PHP ഇതെല്ലാം ടെറിഷറി ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ ഇതെല്ലാം ഒരേ ലെവലിൽ തന്നെ വരുന്ന ലാംഗ്വേജുകളാണ്. നിങ്ങൾക്ക് അതാണ് പഠിക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ബാക്ക് എൻഡിലേക്ക് കിടക്കാം. ബാക്ക് എൻഡിൽ എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്ക് എൻഡിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് എൻഡിൽ വേണ്ട കാര്യങ്ങൾ വേണ്ട രീതിയിൽ കൊടുക്കുക, അതാണ് ബാക്ക് എൻഡിൻ്റെ പ്രധാന ജോലി. സർവർ സൈഡ് ഡെവലപ്മെൻറ്റ് എന്നതിനെയാണ് ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു ആക്ഷൻ നടക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ബാക്ക് എൻഡിലാണ് നടക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഫോം സബ്മിറ്റ് ആവണം, അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബട്ടൺ ക്ലിക്ക് വരേക്കും ഫ്രണ്ട് എൻഡിൽ നടക്കും. അതിനുശേഷം ആ ഡാറ്റ എല്ലാം വന്നിട്ട് ഡിസ്കിൽ സേവ് ചെയ്യുന്ന പരിപാടി ബാക്ക് എൻഡിലായിരിക്കും നടക്കുന്നത്. ഓക്കെ, ബാക്ക് എൻഡ് ഈ ഒരു ഇമേജ് കാണുമ്പം ചെറിയൊരു ഐഡിയ കിട്ടും. ബാക്ക് എൻഡിൽ മെയിനായിട്ടും 2 സർവീസുകളാണ് നടക്കുന്നത്, അല്ലെങ്കിൽ 2 പ്രോസസ് സ്റ്റേജുകളാണ് നടക്കുന്നത്. ഒന്ന് സർവറും ഒന്ന് ഡാറ്റാബേസും. ബാക്ക് എൻഡിൽ 2 കാര്യങ്ങളാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ബാക്ക് എൻഡിൽ 2 സിസ്റ്റമാണുള്ളത്. അറ്റ്ലീസ്റ്റ് 2 സിസ്റ്റമാണുള്ളത്. ഒന്ന് വെബ് സെർവറും ഒന്ന് ഡാറ്റാബേസും. വെബ് സെർവർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സെർവ് ചെയ്യുക, ഫ്രണ്ട് എൻഡിലേക്ക് ബാക്ക് എൻഡിൽ നിന്നും വേണ്ട ഡാറ്റ സെർവ് ചെയ്യുക. അതാണ് പ്രധാനമായിട്ടും സെർവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡാറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാറ്റാബേസിലായിരിക്കും ഫ്രണ്ട് എൻഡിൽ ആ ഒരു വെബ്സൈറ്റിന് വേണ്ട എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്യുന്നത് അതിൻ്റെ ഡാറ്റാബേസിലായിരിക്കും. അപ്പോൾ സെർവറുകളെ കുറിച്ച് ആണ് പഠിക്കാൻ താല്പര്യമുള്ളതെന്നുണ്ടെങ്കിൽ ഒരു ലിനക്സ് ബേസ് ആയിട്ടുള്ള ലിനക്സിനെ കുറിച്ചൊരു നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഹെൽപ്ഫുള്ളായിരിക്കും ഒരു സെർവറിനെ കുറിച്ച് പഠിക്കും. കാരണം മിക്ക സെർവറുകളും തന്നെ ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. എന്തിൻ്റെ ബേസ് വെച്ച്, സെക്യൂരിറ്റി ബേസ് വെച്ച് കഴിഞ്ഞാലും വിൻഡോസിനേലും ബെറ്റർ ലിനക്സ് തന്നെയായിരിക്കും. മിക്ക എല്ലാ കമ്പനികളും അല്ലെങ്കിൽ എല്ലാ പേഴ്സണലിൽ അത്യാവശ്യം നല്ല സെക്യൂരിറ്റി ആവശ്യമുള്ള ക്ലയൻസ് ആണെങ്കിൽ അവർ ലിനക്സ് സെർവർ ചൂസ് ചെയ്യലുണ്ടാവുള്ളൂ. ഓക്കെ, ഡാറ്റാബേസിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞു ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റാബേസ് ഉപയോഗിക്കുന്നത്. പ്രധാനമായും വരുന്ന ടെക്നോളജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും വരുന്നത് MySQL, MongoDB, Oracle, SQL സെർവർ, Redis ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്നത്. പിന്നെ കാഷിംഗ് എന്നുള്ളൊരു പ്രക്രിയയാണ് ഡാറ്റാബേസിൽ പിന്നെ വരുന്നൊരു പ്രവർത്തനം. കാഷിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിന് വേണ്ട കാര്യങ്ങൾ ഡയറക്റ്റ് ഡാറ്റാബേസിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കുന്നതിന് പകരം നമ്മൾ ഒട്ടും റീസെൻ്റായിട്ട്, അതായത് എപ്പോഴും ഉപയോഗിക്കുന്ന ചില ഡാറ്റകളിലേക്കുള്ള ഡീറ്റെയിൽസ് ക്യാഷ് ചെയ്ത് വെച്ചതിന് ശേഷം ആ വെബ്സൈറ്റ് ആ ഡാറ്റ സെർവർ മുഖേന ഡാറ്റാബേസിൽ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഈ കാഷിങ്ങിൽ നിന്നായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു സെർച്ചിങ്ങിൻ്റെ സമയം നമുക്കവിടെ ഒഴിവായി കിട്ടും, പെട്ടെന്ന് തന്നെ സൈറ്റുകൾ ലോഡായി വരും. എന്നൊക്കെയാണ് മെയിനായിട്ടും കാഷിങ് ഉപയോഗിക്കുന്നത്. മെംകാഷ്ഡ്, Redis, വാർണിഷ് എന്ന ടെക്നോളജികളൊക്കെയാണ് മെയിനായിട്ടും അതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ APIനെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു സ്റ്റാർട്ടിങ് തന്നിരുന്നു. ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇൻ്റർഫേസ് എന്നതാണ് API കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ട്രിവാഗോൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ട്രിവാഗോക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു തേർഡ് പാർട്ടി സൈറ്റിൽ നിന്നായിരിക്കും കാണിക്കുന്നത്. അവർക്ക് ട്രിവാഗോക്ക് ആ ഡീറ്റെയിൽസ് കിട്ടുന്നത് API ഉപയോഗിച്ചിട്ടാണ്. ഞാനിത് ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ചിലപ്പോൾ ഒരു വേറെ എന്തെങ്കിലും മെത്തേഡിലൂടെ ആവാം, പക്ഷേ ലോജിക്കലി വെച്ച് നോക്കുമ്പോൾ API വെച്ചായിരിക്കും ആ ഒരു ഡാറ്റാസൊക്കെ കിട്ടുന്നത്. ഈ APIയിൽ തന്നെ പലതരം APIകളുണ്ട്. REST API, SOAP API, പിന്നെ ASP.NETൻ്റെ തന്നെ ആയിട്ടുള്ള XML ഉപയോഗിച്ചിട്ടുള്ള ഒരു API ഉണ്ട്. പ്രധാനമായും ഈ 2 തരം APIകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ REST API എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെപ്രസെൻറ്റേഷണൽ സ്റ്റേറ്റ് ട്രാൻസ്ഫർ എന്നാണ് REST APIയുടെ ഫുൾ ഫോം. SOAP APIയുടെ ഫുൾ ഫോം സിമ്പിൾ ഒബ്ജക്റ്റ് ആക്സസ് പ്രോട്ടോക്കോൾ എന്നാണ്. ഓക്കെ, REST API എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ REST ആർക്കിടെക്ചർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നൊരു API ആണ് REST API എന്ന് പറയുന്നത്. ഇനി
റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആർക്കിടെക്ചറൽ സ്റ്റൈലാണ്. വ്യത്യസ്തമായ രണ്ട് സിസ്റ്റംസ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ചാനൽ, ആ ഒരു ചാനലിൻ്റെ ആർക്കിടെക്ചറാണ് റെസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈൽ ഫോളോ ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന APIകളെയാണ് റെസ്റ്റ് API എന്ന് പറയുന്നത്. സോപ്പ് API എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളാണ്. പല OSൽ വർക്ക് ചെയ്യുന്ന 2-3 സിസ്റ്റങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. ഞാൻ ഒരു വീഡിയോ അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാം. വിത്ത് ആൻ എക്സാമ്പിൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. വന്നിരിക്കുന്ന ഒരു മെത്തേഡും കൂടിയാണ് ഈ Node.js എന്ന് പറയുന്നത്. സർവർ സൈഡിൽ ഇപ്പോൾ കാരണം ഈ ജാവാസ്ക്രിപ്റ്റ് വന്നതോടെ ഒരുപാട് സ്പീഡ് നമുക്ക് അതിൽ നിന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ Node.js ഇപ്പോൾ നല്ല പോപ്പുലർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പാക്കേജസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പൈത്തണൊക്കെ ഉപയോഗിക്കുന്നത് മെയിനായിട്ട് ഈ മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതേപോലെയുള്ള അഡ്വാൻസ്ഡ് ആർക്കിടെക്ചറിൽ വരുന്ന ഇപ്പോൾ ആപ്ലിക്കേഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് പൈത്തണിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടായിരിക്കും മെയിനായിട്ടും പൈത്തണൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബാക്ക് ആൻഡ് ഡെവലപ്മെൻറ്റിൽ വരുന്ന പ്രധാന ലാംഗ്വേജുകളും ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റങ്ങളുമാണ് ഈ കാണുന്നത്. Node.js ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ കറൻ്റ്ലി പോപ്പുലർ ആയിട്ടുള്ളൊരു Node.js എന്ന് പറയുന്ന ഒരു ഫ്രെയിംവർക്കാണ്. JSൻ്റെ ഒരു ഫ്രെയിംവർക്കാണ്. ബാക്ക് എൻഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജാവാസ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്ന ഒരു ഫ്രെയിംവർക്കാണ് Node.js. പൈത്തൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. PHP, ജാവ ഇതെല്ലാം ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് നമുക്ക് ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. Node.js ഒരു ഫ്രെയിംവർക്കാണ്. MongoDB, MySQL, PostgreSQL ഇതെല്ലാം ഡാറ്റാബേസുകളാണ്. അപ്പോൾ ബാക്ക് എൻഡിനെ കുറിച്ച് എന്തെങ്കിലും ഇനി അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റിൽ എഴുതുക. ഞാനപ്പോൾ ബാക്ക് എൻഡിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. ശുഭദിനം. താങ്ക് യു.